ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചവർ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളുകൾ നമ്മെ എപ്പോഴെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ? വലിയ പ്രതീക്ഷകളോടെ കൂടെ നിർത്തിയവർ നമ്മെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയപ്പോൾ ഉണ്ടായ ആ തകർച്ചയിൽ നാം വിമുക്തരായിട്ടില്ലേ? പ്രിയ സഹോദരി സഹോദര, മനുഷ്യർ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം താൽക്കാലികമാണെന്നും തകരാത്ത ആ ഒരു വലിയ അടിത്തറ എവിടെ കണ്ടെത്താമെന്നും പറഞ്ഞു തരുന്ന വിശുദ്ധ ബൈബിളിന്റെ കൃത്യം മധ്യഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്ന അതിശക്തമായ ഒരു ദൈവവചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 118:8 വചനം ഇപ്രകാരം പറയുന്നു: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമുക്ക് അറിയാവുന്നതുപോലെ സങ്കീർത്തനങ്ങൾ ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 1440 മുതൽ 400 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും സമാഹാരമാണ്. അവയിൽ പലതും ദാവീദ് രാജാവാണ് എഴുതിയത്. സങ്കീർത്തനം 118 യഹൂദന്മാർ പ്രധാന ആഘോഷങ്ങളിൽ ആലപിച്ചിരുന്ന ഹല്ലേൽ സങ്കീർത്തനങ്ങളുടെ ഭാഗമാണ്. BC 450 400 ഇടയിൽ ഇസ്രായേൽ ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ദൈവാലയം പുനർനിർമ്മിച്ച ഈ കാലഘട്ടത്തിലാണ് ഈ സങ്കീർത്തനം പൂർണ്ണരൂപത്തിൽ ആലപിക്കപ്പെടുന്നത്. യഹൂദന്മാർ അവരുടെ പെസഹ തിരുനാളുകളിലും വലിയ ആഘോഷങ്ങളിലും ദൈവാലയത്തിന്റെ പടവുകൾ കയറുമ്പോൾ ഒരുമിച്ച് പാടിയിരുന്ന ഒരു വിജയ ഗീതമാണിത്. മനുഷ്യരുടെ ശക്തിയും വലിയ രാജാക്കന്മാരുടെ സഹായവും തങ്ങളെ എങ്ങനെ പരാജയപ്പെടുത്തിയെന്ന് കൃത്യമായി അനുഭവിച്ചറിഞ്ഞ ഒരു ജനതയാണ് ഇത് പാടുന്നത്. രാഷ്ട്രീയ കൂട്ടുകെട്ടുകളോ മനുഷ്യരുടെ വാഗ്ദാനങ്ങളോ തങ്ങളെ രക്ഷിക്കില്ലെന്നും തങ്ങളുടെ നിലനിൽപ്പ് ദൈവത്തിന്റെ വിശ്വസ്തതയിൽ മാത്രമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ വരികൾ അവർ ഉപയോഗിച്ചത്. ഈ സങ്കീർത്തനം എഴുതിയ വ്യക്തി വളരെ വലിയ പ്രതിസന്ധികളുടെയും എതിർപ്പുകളെ നേരിട്ടിരുന്നു. മനുഷ്യ സഹായത്തിന്റെ പരിമിതികൾ അദ്ദേഹം അനുഭവത്തിലൂടെ മനസ്സിലാക്കി. അതിനാലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്, യഹോവയിൽ ശരണം പ്രാപിക്കുന്നത് നല്ലത്. ജീവിതത്തിൽ നാം എല്ലാവരും ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കുടുംബം, സുഹൃത്തുക്കൾ, പങ്കാളി, ജോലി, സമ്പത്ത്, വിദ്യാഭ്യാസം, സ്വന്തം കഴിവുകൾ, ഇവയെല്ലാം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. പക്ഷെ ഒരു ചോദ്യം, അവർ നമ്മെ നിരാശപ്പെടുത്തിയാൽ, അവ നമ്മെ നിരാശപ്പെടുത്തിയാൽ, സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറിയാൽ, നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ, മനുഷ്യർ നമ്മെ സഹായിക്കാം, പക്ഷേ അവർ പരിപൂർണരല്ല. സുഹൃത്തുക്കൾക്ക് തെറ്റുപറ്റാം, നേതാക്കൾ പരാജയപ്പെടാം, കുടുംബ ബന്ധങ്ങൾ മുറിയപ്പെടാം, വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടാം. പക്ഷേ ദൈവം ഒരിക്കലും മാറുന്നില്ല. അവന്റെ സ്നേഹം മാറുന്നില്ല. അവന്റെ വാഗ്ദാനങ്ങൾ നിലനിൽക്കുന്നു. അവന്റെ ശക്തി ക്ഷയിക്കുന്നില്ല. ഈ വചനം നമ്മെ മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല, മറിച്ച് അന്തിമമായ ആശ്രയം ദൈവത്തിലായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് ജീവിതത്തിൽ പ്രയോഗിക്കാമെന്ന് നോക്കാം. ആദ്യമായി, അനിശ്ചിതത്വങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുക. നാളെയെക്കുറിച്ച് നമുക്ക് എല്ലാം ഒന്നും അറിയില്ല, പക്ഷേ കൃത്യമായി അറിയാവുന്ന ഒരുത്തനുണ്ട്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. 2, മനുഷ്യർ നിരാശപ്പെടുത്തിയാലും വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. മനുഷ്യർ പരാജയപ്പെടാം, പക്ഷേ ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. 3, സ്വന്തം ശക്തിയേക്കാൾ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക. മനുഷ്യന്റെ ശക്തിക്ക് ഒരു പരിധിയുണ്ട്. ചില പ്രശ്നങ്ങൾ മനുഷ്യബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ കഴിയുകയില്ല. അവിടെ ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. 4, ശാശ്വതമായ അടിസ്ഥാനത്തിൽ ജീവിതം പണിയുക. സമ്പത്ത് നഷ്ടപ്പെടാം, സ്ഥാനങ്ങൾ മാറാം, ആരോഗ്യം മാറാം, എന്നാൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ്, നമ്മോട് കൂടെ ജീവിക്കുന്ന ദൈവം മാറുന്നില്ല. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഇന്നത്തെ ലോകത്തിൽ ഭയത്തിന്റെയും ആശങ്കയുടെയും പ്രധാന കാരണം ഈ അനിശ്ചിതത്വമാണ്. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ധൈര്യമുണ്ട്. ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർക്ക് സമാധാനമുണ്ട്. പ്രശ്നങ്ങൾ ഇല്ലാത്തവനല്ല ശക്തൻ. പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവത്തെങ്കിലേക്ക് ഓടുന്നവനാണ് യഥാർത്ഥ ശക്തൻ.
പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ വചനം നമ്മോട് പറയുന്നത് മനുഷ്യരെ വെറുക്കണമെന്നല്ല, മറിച്ച് മനുഷ്യരിൽ അമിതമായി പ്രതീക്ഷ വയ്ക്കരുത് എന്നാണ്. മനുഷ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവരാണ്. അവരുടെ വികാരങ്ങളും സ്വാർത്ഥതയും കാരണം ഇന്ന് നിങ്ങളെ പുകഴ്ത്തുന്നവർ നാളെ നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം. ഒരു മനുഷ്യനിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ സന്തോഷം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. കാരണം ആ ഭാരം ചുമക്കാൻ മറ്റൊരു മനുഷ്യന് കഴിയില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ ദൈവത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ മനുഷ്യർ നിങ്ങളെ കൈവിട്ടാലും നമ്മുടെ ജീവിതം തകർന്നു പോവുകയില്ല. നമ്മൾക്ക് പരിഹാരമുണ്ടാകും. മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിലടച്ചാൽ ഒരു മനുഷ്യനും അടയ്ക്കാൻ കഴിയാത്ത അനേക വാതിലുകൾ ദൈവം നമുക്കായി തുറന്നു തരും. അതുകൊണ്ട് നമ്മുടെ സമാധാനത്തിന്റെ റിമോട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, മറ്റാർക്കും അത് കൊടുക്കേണ്ട. അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. കാരണം സ്വന്തം ശിഷ്യന്മാർ പോലും തള്ളിപ്പറഞ്ഞ് ഒറ്റപ്പെടുത്തിയപ്പോഴും പിതാവായ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിലേക്ക് നടന്നു നീങ്ങിയ ആ കർത്താവാണ് നമ്മോട് കൂടെയുള്ളത്. നമ്മുടെ യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ട് ഇന്ന് മനുഷ്യരുടെ അംഗീകാരങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് നിർത്തുക. അവനിൽ മാത്രം അഭയം പ്രാപിക്കുക. നമ്മുടെ ജീവിതം ഏറ്റവും സുരക്ഷിതമായിരിക്കും അവനിൽ മാത്രം. ഇന്നത്തെ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യർ മാറാം, സാഹചര്യങ്ങൾ മാറാം, ലോകം മാറാം, എന്നാൽ ദൈവം മാറുന്നില്ല. അവന്റെ സ്നേഹം എന്നേക്കും ഉറപ്പുള്ളതാണ്. അവന്റെ കരുണ പുതുതാണ്. അവന്റെ വിശ്വസ്തത അനന്തമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാം. അവന്റെ വാഗ്ദാനങ്ങളിൽ വിശ്രമിക്കാം. വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സമാധാനത്താലും ധൈര്യത്താലും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ സുപ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിന്റെ മക്കൾ ഓരോരുത്തരെയും ഇത് പങ്കുവയ്ക്കുന്ന എല്ലാവരെയും കർത്താവേ, നിന്റെ ചിറകിൻ മറവിൽ ഇപ്പോൾ തന്നെ നീ മറക്കണമേ. നിന്റെ തൃപ്പാദത്തിൽ അവരെ സംരക്ഷിച്ചുകൊള്ളണമേ. അവർ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും നിന്റെ പരിശുദ്ധാത്മാവിനെല്ലാം അവരെ നിറയ്ക്കണമേ. അന്ധകാര ശക്തികൾ അവരെ നോക്കുവാൻ പോലും ഇടവരുത്താതെ നിന്റെ രക്തവളപ്പിൽ അവരെ മറച്ചുകൊള്ളണമേ. അവരുടെ എത്ര വലിയ ആവശ്യങ്ങളായാലും കർത്താവേ, നിനക്ക് സാധിക്കും. നിനക്ക് അവരുടെ സാഹചര്യങ്ങളെ പൂർണ്ണമായി മാറ്റുവാനായിട്ട് സാധിക്കും. കർത്താവേ, അടിയങ്ങൾ കേട്ടുവല്ലോ, നിന്നിൽ ആശ്രയിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. മനുഷ്യരിൽ ആശ്രയിച്ചാൽ അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. എങ്കിൽ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നീ മാത്രമാണ് ഞങ്ങളുടെ ശരണം, നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം, നീ മാത്രമാണ് ഞങ്ങളുടെ ഭാവി, നീ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ, നീ മാത്രമാണ് ഞങ്ങളുടെ ധൈര്യം, നീ മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം. കർത്താവേ, നീ അറിയുന്നുവല്ലോ കർത്താവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും അടിയങ്ങളോട് പൊറുക്കണമേ. കർത്താവേ, നിന്റെ ഈ മക്കളുടെ ഓരോ ആവശ്യങ്ങളെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ ചിറകിൻ മറവിൽ അവരെ നീ മറച്ചുകൊള്ളണമേ. അവരുടെ നല്ല ആവശ്യങ്ങൾക്ക് ഇന്ന് തന്നെ നീ ഉത്തരം നൽകണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. മടുപ്പില്ലാത്തവരായി ജീവിപ്പാൻ തക്കവണ്ണം, നിന്റെ മക്കളായി വളരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ അവരെ നിറയ്ക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബത്തെയും അവർ കൊടുക്കുന്ന സാഹചര്യങ്ങളെയും അവർ കൊടുക്കുന്ന സകലത്തെയും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. എത്ര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആയിരുന്നാലും കർത്താവേ, നിന്റെ കരുണ, നിന്റെ കൃപ നിന്റെ മക്കളിൽ ചൊരിയണമേ. അവരുടെ ആവശ്യങ്ങളെ നീ നടത്തി കൊടുക്കണമേ. കർത്താവേ, മടുത്തു പോകാതെ നിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം, നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പലപ്പോഴും ജഡിക മോഹങ്ങൾക്ക് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ മുഴുകി ജീവിച്ചു പോയി. കർത്താവേ, അടിയങ്ങളോട് പൊറുക്കണമേ. നിന്റെ കൃപ മാത്രം ഞങ്ങളിൽ ചൊരിയണമേ. പൂർണ്ണമായി ഏറ്റെടുത്ത് വഴി നടത്തണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും നീ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ നിന്റെ മക്കളിൽ ചൊരിയണമേ. പ്രാർത്ഥന കിടന്നതിനായി സ്തോത്രം. ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു കർത്താവേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജപിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.